സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുരളി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീ പോകുന്നില്ലേന്ന് ഭാർഗവി ആൻറ്റിയും ഗൗരിയും ചോദിക്കില്ലേ, അപ്പം നീ അവരോട് എന്ത് പറയൂന്ന്. നേരെ മുരളി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല നന്ദ, നിന്നോട് മാത്രമേ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഗൗരിയാണെങ്കിൽ ദുബായിക്ക് വരുന്ന സന്തോഷത്തിലാണ്, അമ്മയും അതമ്മ അയൽവക്കത്തുള്ള എല്ലാവരോടും പറയണമുണ്ട് മോൻ തിരിച്ചു പോകുമ്പം ഞങ്ങളും കൂടെ പോകുമെന്ന്. ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്കൊരു പിടിയില്ലാടാ നന്ദാന്ന്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, എടാ മുരളി, നിനക്ക് വേറെ ഏതെങ്കിലും വിസ സംഘടിപ്പിച്ച് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, ഇനി എനിക്ക് ദുബായിലേക്ക് ചെല്ലാനേ പറ്റില്ല, അവരെന്നെ ബാൻ ചെയ്തേക്കും, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടെത്തണം, അതിന് നിൻ്റെ സഹായം കിട്ടുമോയെന്ന് അറിയാനാണ് ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത് തന്നെയെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുമോയെന്ന്. അതുമാത്രമല്ല, ഞാനിത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആലോചിക്കാം, പിന്നെ ദേവിയോടും ഒന്ന് സംസാരിക്കാം. എന്തായാലും ദേവി MLA ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരിക്കുമെന്ന്. നീ എല്ലാവരുമായിട്ട് സംസാരിക്കുക, പക്ഷെ അവരോടൊരു കാര്യം പറഞ്ഞേക്കണം, ഇതൊരു കാരണവശാലോ അമ്മയോ ഗൗരിയോ അറിയരുത്, അവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയം നിലച്ചു പോകും. ഇല്ലടാ, അത് നീ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ, എനിക്കറിയില്ലേ ഭാർഗവി ആൻറ്റിയെ, അല്ലെങ്കിൽ തന്നെ മോൻ ദുബായിൽ നിന്ന് വന്നെന്നും പറഞ്ഞ് ആൻറ്റി സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കണം, അങ്ങനെയുള്ള ആൻറ്റി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നാളെ കാണാടാ, ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാമെന്ന്. അങ്ങനെ നന്ദനും മുരളിയും പിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിനെയാണ്. ഋഷിയാണെങ്കിൽ ത്യാഗരാജനെ ഫോൺ ചെയ്തിട്ട് അങ്കിളിനെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്താ മോനെന്ന് ചോദിക്കുമ്പം, അല്ല അങ്കിൾ പറഞ്ഞ ആ ഒരാളെ കണ്ടായിരുന്നോ, കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തോന്ന് ചോദിക്കുമ്പം, ആദ്യം നമുക്ക് തീർക്കേണ്ടത് ആര്യ പ്രഭാവതിയെ തീർക്കണോ അതോ ദേവികയെ തീർക്കണോ എന്ന് ചോദിക്കുമ്പോൾ, ദേവികയെ തന്നെ ആദ്യം തീർക്കേണ്ടത്. അത് ശരിയാവോ മോനെ, കാരണം മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദേവികയല്ലേ, അതുകൊണ്ട് തന്നെ മേഡം അറിഞ്ഞാൽ സമ്മതിക്കുമെന്ന് ചോദിക്കും. എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദേവികയാണെന്നുള്ളതൊക്കെ സത്യം, പക്ഷെ അതിന് പ്രതിഫലമായിട്ട് ദേവികയെ ഇലക്ഷനിൽ ജയിപ്പിച്ച് MLA ആക്കിയില്ലേ, അതുകൊണ്ട് തന്നെ ദേവികയോട് ഇനി ഞങ്ങൾക്ക് കടപ്പാടൊന്നുമില്ല, അവൾ ഞങ്ങളോട് ചെയ്തതിന് തിരിച്ചടി കൊടുക്കുക മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. എന്തായാലും അതെനിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം, അതിനെനിക്ക് അങ്കിളിൻ്റെ സഹായം വേണം. ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് CP ഒരിക്കലും അറിയാൻ പാടില്ല. CPക്ക് അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ. എൻ്റെ കുറ്റങ്ങൾ മേഡത്തോട് പറഞ്ഞു കൊടുത്ത് എന്നെ വഴക്ക് കേൾപ്പിക്കില്ല CPയുടെ പണിയെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അല്ലെങ്കിലും CP അങ്കിളിനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഏത് നേരവും കാണുമ്പോൾ ഉപദേശിക്കാൻ വരും, ഞാൻ ഇത്രയും വലിയ കുട്ടിയല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കണം. അമ്മയ്ക്കും അതെ, ഞാനിപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും കൂടെയുള്ള ആളുകളും കൂടി MLA ഓഫീസിലേക്ക് വരാണ്. അങ്ങനെ ദേവികയുടെ കാറ് വന്ന് അവിടെ നിന്നതും ഈ ത്യാഗരാജനാണെങ്കിൽ ദേവിക കാണാതെ മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സന്ദീപിന് കോൾ ചെയ്യുന്നുണ്ട്, സന്ദീപ് ഞാനിവിടെ ഉണ്ട്, നീ അവർ പോയി കഴിയുമ്പം എൻ്റെ അടുത്തേക്ക് വന്നം, ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാമെന്നും പറഞ്ഞു. ആ സമയം സന്ദീപ് ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ വരാൻ സാറേന്ന്. അങ്ങനെ ദേവികയും കൂടെയുള്ളവരും ഓഫീസിലേക്ക് കയറി പോയതിന് ശേഷം സന്ദീപ് ത്യാഗരാജൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവൂലേ, എനിക്ക് ജയിലിൽ പോകാനൊന്നും പറ്റില്ല സാറേ എന്ന് പറയുമ്പം, നീ ചോദിക്കണ പൈസ എത്ര വേണമെങ്കിലും തരാം, നീ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി, നിനക്കൊരു കുഴപ്പവും വരില്ല, അഥവാ നിനക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ടാവും, നിനക്ക് കുഴപ്പം വന്നില്ലെങ്കിലും ഞാനുണ്ടാവും, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ പറഞ്ഞ കാര്യം മാത്രം നീ ചെയ്താൽ മതി, ദേവികയെ വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ച് തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇവിടെ കുറേ ഗുണ്ടകൾ കാത്തു നിൽക്കണ്ടാവും, അവരെ കാണുമ്പോൾ നീ പേടിച്ചിട്ട് ഓടിയാൽ മതി, ബാക്കി കാര്യങ്ങൾ ആ ഗുണ്ടകൾ കൈകാര്യം ചെയ്തോളും, അതുകൊണ്ട് തന്നെ നിനക്കിതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതോർത്ത് നീ പേടിക്കുകയൊന്നും വേണ്ടാന്ന്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ദേവികയുടെ കാര്യത്തിൽ സിദ്ധുവിൻ്റെ ശ്രദ്ധ എപ്പോഴും വേണം, കാരണം വേറൊന്നുമല്ല, സ്വന്തം മോളെ പോലെ കരുതി സ്നേഹിക്കുകയും ദേവികയുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിൽക്കുകയും ചെയ്തിരുന്ന അരുന്ധതി ഇപ്പോൾ ദേവികയുടെ ശത്രുപക്ഷത്താണ്. അവൾ എന്ത് വില കൊടുത്തും ദേവികയെ തകർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അരുന്ധതിയുടെ എല്ലാ പ്ലാനുകളും തെറ്റിയതുകൊണ്ട് തന്നെ അരുന്ധതി ഇനി അങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് സിദ്ധാർത്ഥനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിൽ നിന്നും മാറ്റിയിട്ട് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അരുന്ധതിയുടെ താളത്തിനൊത്ത് ദേവിക തുള്ളൂന്ന് കരുതിയിട്ടാണ്. പക്ഷേ അരുന്ധതിയുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞതുകൊണ്ട് ഇനി അരുന്ധതി ദേവികയെ തകർക്കാണ്ട് നിലത്ത് നിൽക്കുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് തന്നെ സിദ്ധു എപ്പോഴും ദേവികയ്ക്ക് കൂട്ടിനുണ്ടാവണമെന്ന്. ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, അങ്ങനെ എപ്പോഴും എനിക്ക് MLAയുടെ കൂടെ പോകാൻ പറ്റില്ല പ്രഭേ,
അവരുടെ എല്ലാ കാര്യത്തിലും എനിക്ക് ഇടപെടാനും പറ്റില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ കൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഞാൻ കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു അധികപ്പറ്റായി തീരും. അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് മോളുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാവും. അത് മതി സിദ്ധു, എനിക്ക് മോളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. ആ അരുന്ധതിയുടെയും ഋഷിയുടെയും ശരിക്കുള്ള രൂപം സ്വഭാവം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാനീ പറയണേന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താനതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, താൻ ധൈര്യമായിട്ടിരിക്കുക, മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന്. ഇതേ സമയം രജനി അങ്ങോട്ട് വരുന്നുണ്ട്. രജനി വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറിയല്ലോ അമ്മേ. ആദ്യം ദേവികയെ തോപ്പിക്കണമെന്നും പറഞ്ഞ് നടന്നു, പിന്നീട് ദേവിക ജയിച്ചപ്പം അവൾക്ക് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പായസം ഉണ്ടാക്കി കൊടുത്തു. അന്നേരം ഞാൻ വിചാരിച്ചത് അവൾ MLA ആയതുകൊണ്ട് അമ്മ അവളുടെ മുന്നിൽ അഭിനയിക്കണേന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ അവളെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, പിന്നെ എന്താ മോളെ വേണ്ടത്? ഞാൻ ദേവിയായിട്ട് വഴക്കുണ്ടാക്കണോ? അതൊക്കെ മോശമല്ലേ? അവൾ എത്ര നല്ല കുട്ടിയാണെന്നറിയോ? ഇപ്പോൾ തന്നെ സിദ്ധുവിനൊരു ആപത്ത് വന്നപ്പം അവൾ നമുക്കൊപ്പം തന്നെ നിന്നില്ലേ? അവളെ ജയിപ്പിക്കാൻ പൈസ മുടക്കിയ ആൾക്കൊപ്പം അവൾ നിന്നോ? അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അമ്മയ്ക്കും അച്ഛനും എന്നെക്കാളും വലുത് ദേവിയാണോ എന്ന് ചോദിക്കുമ്പം, നീ എന്താ അങ്ങനെ ചോദിക്കണേ? നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളല്ലേ, രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്. ആ സമയം രജനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഒരേ സ്ഥാനമാവണേ? ഞാൻ നിങ്ങളുടെ മോളും മറ്റത് മരുമോളും അല്ലേ എന്ന്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇവിടെ മോള് മരുമോളെന്നുള്ള തിരിവൊന്നുമില്ല, രണ്ടുപേരും ഞങ്ങൾക്ക് മക്കൾ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും CPനെയാണ്. CP അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡത്തോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ദേവികയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം കാശൊന്നും മുടക്കണ്ടാന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? ഗുണമൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവൾ നമ്മളുടെ ശത്രുവായി. ഇനിയിപ്പോൾ അവൾക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് അവളെ തകർക്കണം, അവളെ MLA കസേരയിൽ നിന്ന് താഴെ ഇറക്കണം, അതിന് വേണ്ട ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ CP നോക്കിക്കോ. ആ സമയത്ത് CP പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല മേഡം, അതിനെന്തെങ്കിലും ഒരു അഴിമതിയുടെ കേസോ എന്തെങ്കിലും വന്നാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അഴിമതി നടത്താനുള്ള ഏർപ്പാട് CP ആയിട്ട് തന്നെ ചെയ്യണം, അതിന് ആരെങ്കിലും ഈ ദേവികയുടെ ഓഫീസിലോട്ട് പറഞ്ഞു വിടുകയും ചെയ്യണം. എന്തായാലും ഞാൻ ഋഷിക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. ഞാനിനി അതിന് താമസം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഋഷി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടും. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഋഷിയുടെ ഭാവിയെ അത് ബാധിക്കും. അവൻ്റെ ഭാവിയിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷിയെ ഒന്നിലേക്കും വലിച്ചഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് CP എത്രയും പെട്ടെന്ന് ദേവികയ്ക്കുള്ള തിരിച്ചടി കൊടുക്കണമെന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ മേഡം, അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കണമെങ്കിലും ചിലവാക്കാം, അതൊന്നോർത്ത് CP ടെൻഷനാവണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നന്ദനയും ദേവികേനെയാണ്. നന്ദനാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, ദേവി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് ഭാർഗവി ആൻറ്റിയോടോ ഗൗരിയോടോ പറയരുത്. എന്താ നന്ദു പറയുന്നു പറയുമ്പം, അതേ മുരളി അവിടെ നിന്ന് ജോലി പോയി വന്നതാ, ഇനി അവൻ തിരിച്ചങ്ങോട്ട് പോകണില്ല, അവനക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അതെന്ത് പറ്റി? അവിടെ ആ കൊണ്ടുപോയ ആൾ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു, അതുകൊണ്ട് തന്നെ മുരളിക്ക് അവിടെ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. എന്നോട് മാത്രമേ മുരളി ഇത് പറഞ്ഞിട്ടുള്ളൂ, ഭാർഗവി ആൻറ്റിക്കോ ഗൗരിക്കോ ഒന്നും സത്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ നീ ഇത് അവരെ അറിയിക്കുകയും ചെയ്യരുത്. മുരളി ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം എന്നാണ് പറയണേ, അതിന് ദേവിക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ നന്ദു, എന്തായാലും ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എവിടെയെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോൾ MLA കസേരയിലേക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ജോലി വാങ്ങിക്കൊടുത്താൽ അതിൻ്റെ എതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നന്ദു മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അത് എൻ്റെയും അച്ഛൻ്റെയും ഇമേജിനെ ബാധിക്കും. എന്തായാലും നിന്നെ കൊണ്ട് പറ്റണ പോലെ നീ അതൊന്നും നോക്ക് ദേവി എന്ന് പറയുന്ന. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ പിന്നെ ശ്രമിക്കാണ്ടിരിക്കുമോ? മുരളിയേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയൊന്നുമില്ല. എന്നാൽ ഞാൻ പോട്ടെ നന്ദൂന്നും പറഞ്ഞ് ദേവിക പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയായിട്ട് ദേവിക ഓഫീസിൽ നിന്നും വണ്ടിയിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഈ സന്ദീപ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഈ ദേവികയുടെ പെരുമാറ്റമൊക്കെയാണ് അവനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവികയാണെങ്കിൽ കയ്യിലുള്ള ഫയലുകളെല്ലാം നോക്കി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സന്ദീപിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്, അത് ത്യാഗരാജൻ്റെയാണ്. നിങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് അതിനുള്ള മെസ്സേജ് റിപ്ലൈ അയക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളുടെ ദേവിക ശ്രദ്ധിക്കണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തും, നിങ്ങളവിടെ വന്നാൽ മതി എന്നുള്ള മെസ്സേജ് കണ്ടതനുസരിച്ച് ത്യാഗരാജൻ കുറേ ഗുണ്ടകളെയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. നമ്മളുടെ ദേവികയാണ് ഇതൊന്നും അറിയാതെ ഈ ഫയൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വണ്ടി പോകുന്നത് ദേവികയ്ക്ക് പോകേണ്ട സ്ഥലത്തേക്കൊന്നുമല്ല, ചന്ദ്രോത്തുകാരുടെ വീട്ടിലേക്കൊന്നുമല്ല, വേറെ ഏതോ വഴിക്കാണ്. ദേവിക ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ദേവിക പെട്ടെന്ന് തല ഉയർത്തി നോക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത വഴിക്കൂടെയാണ് വണ്ടി പോകുന്നത്. അന്നേരം അയാളോട് ചോദിക്കുന്നുണ്ട്, സന്ദീപ് നിങ്ങളിതെങ്ങോടെ ഈ വണ്ടി കൊണ്ടുപോകണേന്ന് ചോദിക്കുമ്പം അത്
മേഡം നമ്മൾ വീട്ടിലോട്ടല്ലേ പോണേന്ന് ചോദിക്കണം. വീട്ടിലോട്ട് പോണ വഴി ഇതല്ലല്ലോ, നിങ്ങൾ വഴി മാറിയേ പോണേ, വണ്ടി വേഗം തിരിക്കുന്നു പറയുമ്പം ഇല്ല മേഡം ഇതിലേ പോയാലും വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നും പറഞ്ഞ് ഈ സന്ദീപാണെങ്കിൽ നേരെ തന്നെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് ഈ സന്ദീപ് ആ വണ്ടി ഒരു ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട്. അപ്പോൾ എതിർഭാഗത്ത് നിന്ന് 2 വണ്ടികൾ ഈ വണ്ടിക്ക് നേരെ വരുന്നത് ദേവിക കാണുന്നുണ്ട്. അത് കണ്ടതും ദേവിക ചോദിക്കുന്നുണ്ട് താനെന്താ ഇവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഈ സന്ദീപ് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി പോകുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും ദേവിക താനിതെവിടെ പോവാ, എന്നെ വീട്ടിൽ കൊണ്ടു വിടുന്നും പറഞ്ഞിങ്ങനെ ഒച്ചെടുക്കണ്ടെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഓടിപ്പോകുന്നുണ്ട്. അതേസമയം നമ്മളുടെ ദേവികയുടെ അടുത്തേക്ക് ഋഷിയുടെ കൂടെ 3-4 ഗുണ്ടകളും കൂടി വന്ന കാണുമ്പം ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടാണ്. അങ്ങനെ ദേവിക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.